ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നോറോഗ്രാം. സോ ഇന്നത്തെ വീഡിയോ ഈസ് ബേസ്ഡ് ഓൺ നമ്മളിന്ന് റഫീസ ഡാമിലേക്ക് പോകുന്നുണ്ട്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. സോ റഫീസ ഡാം എന്ന് പറയുന്നത് കോർഫക്കാനിലുള്ളൊരു ഡാമാണ്. സോ UAE വരികയാണെങ്കിൽ ഒരു 1.5 to 2 hours ലോങ് ഉണ്ട്. പക്ഷേ ഈ ചൂടിനൊക്കെ ഒരു 5 o'clock 6 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല പറയുന്നില്ല, പക്ഷേ ഭയങ്കര കുറച്ചായിരിക്കും കമ്പാരിറ്റീവ് ടു ആഫ്റ്റർനൂണിൻ്റെ ചൂട് വെച്ച് നോക്കുമ്പോൾ. ഈവനിങ് ഒരു 6 എല്ലാം ആകുമ്പം കുറച്ചൊരു കുറവുണ്ടാവും. സോ ഇവിടത്തേക്കുള്ള എൻട്രി ഒക്കെ ഫ്രീ ആണ്. അവിടെ എൻട്രി ഫീ അങ്ങനത്തെ ഒന്നും ഇവിടേക്കില്ല, ഫുൾ ഫ്രീ ആണ്. കാണാനും നല്ല രസമുള്ളൊരു പ്ലേസാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ മൗണ്ടൻസിൻ്റെ നടുക്ക് ഒരു കുഞ്ഞി വാട്ടറിൻ്റെ ഇതൊക്കെ, പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. സോ ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ ലീവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോങ് ഡ്രൈവ് വന്നിട്ട് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. സോ ഇവിടെ നമ്മൾ വന്നിട്ട് ജസ്റ്റ് പാർക്കിംഗ് ഫീ മാത്രമുണ്ട്. ഒരു 1 hourക്കേക്ക് 2 dirhams അങ്ങനെ എന്തോ ആണ് പേ ചെയ്തിട്ടുണ്ടായത്. അതൊഴികെ ബാക്കിയൊക്കെ ഇവിടെ കാണാൻ ഫ്രീ ആണ്. പിന്നെ ഈ ഏരിയയിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഷീസ് പാർക്ക്, പക്ഷേ അവിടെയൊക്കെ എൻട്രി ഫീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പം ലോങ്ങിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അവർ വരുമ്പോൾ കുറേ ഫുഡൊക്കെ ആയിട്ടാണ് വരാം. അപ്പം അവരുടെ വീട്ടിലുണ്ടായ കുബൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എല്ലാം അവരിങ്ങനെ വെറുതെ കൊണ്ടുവരും. അപ്പം അവിടെ കുറേ ഡക്സും ഫിഷസൊക്കെ ഉണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ ഇട്ടെടുക്കുമ്പം എല്ലായിടത്തു നിന്നും കുറേ ഡക്ക്, ഇങ്ങനെ കുറേ എന്തെല്ലോ വെറൈറ്റീസ് ഓഫ് ഡക്കെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ വരും. അപ്പം അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെ കുറേ ഫിഷസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫിഷസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് അതൊക്കെ ഇങ്ങനെ ചാടി പോകും. അപ്പം അതൊക്കെ ആ ക്ലിപ്സൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഡാമിന് 2 സൈഡും എൻട്രൻസ് ഉണ്ട്, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും ആണുള്ളത്. അപ്പം നമ്മളിപ്പോൾ പോയത് ലെഫ്റ്റ് സൈഡിലൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടേക്ക് കാർ എൻട്രി ഒന്നും താഴേക്ക് വരെ ഇല്ല. അപ്പം ഇത് കുറച്ച് താഴെ വരെ നടക്കാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അത്രയും ദൂരമുണ്ട് അവിടം വരെ നടന്നെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സൈഡ് വലിങ്ങനൊന്നും കാണാനില്ല. ഈ സൈഡ് ഇപ്പം അവർ പുതിയ എന്തൊക്കെയോ ബിൽട്ടാക്കിയിട്ടുള്ളത്. പണ്ട് ഇവിടെ കുറച്ചും കൂടി ഓപ്പൺ ആയിരുന്നു, വണ്ടിയൊക്കെ കാറൊക്കെ താഴെ വരെ പോവുമായിരുന്നു. പക്ഷേ ഇപ്പം അത് പോലില്ല. അവിടെ ഇപ്പോൾ കയറുമ്പോൾ തന്നെ നോ എൻട്രി ഫോർ കാർസ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് വെറുതെ താഴെ വരെ പോയി നോക്കാൻ ജസ്റ്റ് നമ്മൾ പോയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അൽ റഫീസ ഫോർട്ട് എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളിവിടെ കുറേ ഡക്കലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ബിക്കോസ് നമ്മൾ ആദ്യം പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഡക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെയുള്ള എല്ലാത്തിനും അവർ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആകെ കണ്ടി ഒന്നിനെയാണ്. പക്ഷേ ആക്ച്വലി അപ്പുറത്തെ സൈഡിൽ മാറ്റിയത് എനിക്ക് ആദ്യം അറിയണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അയ്യോ ഒന്നിനല്ലേ കാണാൻ പറ്റിയിട്ടുള്ളൂ ജസ്റ്റ് നിൽക്കേനു. പിന്നെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ സൈഡിൽ തീരെ ഒരു ക്ലീൻ അല്ലേനു. അപ്പം നമ്മൾ പിന്നെ മേലോട്ടേക്കൊന്ന് നടന്നു പോയപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാരെ താഴേന്ന് ഡക്കിനെ ഫീഡ് ചെയ്യുന്നതൊക്കെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡാണ് കുറച്ചും കൂടി ഭംഗി. പിന്നെ ഇവിടെ ആൾക്കാർ ബോട്ടിങ് അങ്ങനത്തതിനൊക്കെ വരാറുണ്ട്. പിന്നെ ഇത് കാണാൻ നല്ല ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ്. വിൻ്ററിൻ്റെ ടൈം, ദുബായിൽ വിൻ്ററിൻ്റെ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ്. ഇവിടെ ഇതേപോലെ കുറേ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കുറേ ഡക്കുള്ളൊരു ഏരിയ. അപ്പം ഇത് ഞങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഡക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ് ഫുള്ളുള്ളതെന്ന് വിചാരിച്ചത്. പിന്നെ ഇതാണ് അവിടുത്തെ എൻട്രൻസ്. ഇപ്പോൾ എൻട്രൻസിൽ ഓൾറെഡി കുറേ നോട്ടീസൊക്കെ ഉണ്ട്, ഡോഗ്സ് അലൗഡ് അല്ല, പിന്നെ ബാർബിക്യൂ കുക്കിംഗ് ഒന്നും അലൗഡ് അല്ല, പെറ്റ്സ് അലൗഡ് അല്ല, ക്യാമ്പയിനിങ് അതൊന്നും ഈ സൈഡിൽ അലൗഡ് അല്ല. പിന്നെ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഫുഡ് കഴിക്കാനാണെങ്കിൽ. പിന്നെ കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ നിന്ന് ഇത് നടന്ന് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളുടെ രസമുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസ് ഉള്ളത്. പിന്നെ പോകുന്ന വഴിക്കെല്ലാം അവർ നല്ല അടിപൊളിയായിട്ട് ഗാർഡനും ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിന്. അവിടെ പിന്നെ കുറേ കിഡ്സൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു.
പിന്നെ അവിടുത്തെ സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും സൺറൈസും അതൊക്കെ കാണാൻ നല്ല രസം. അപ്പം സൺസെറ്റോ സൺറൈസൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പോകാം. പിന്നെ ദൂരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫോർട്ട് പോലെ കാണാൻ പറ്റും. ഞാൻ അപ്പാനോട് ചോദിച്ചപ്പോൾ അതെന്തോ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ചാന്ന്, ജസ്റ്റ് ഒരു ഷോന് വേണ്ടി ഉണ്ടാക്കി വെച്ചാന്നാണ് പറഞ്ഞത്. അതിന് ആക്ച്വലി അവിടെ പോകാൻ പറ്റുമോ ഇല്ല എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യൂ. സോ ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആൾക്കാരെ ഫീഡ് ചെയ്യുന്നത്, കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ. ഇഷ്ടംപോലെ ഡക്സ് ഉണ്ടായിരുന്നു, കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡക്കലിൽ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിന്. അതിൻ്റെയൊക്കെ താഴെ പോയി നിൽക്കുകയായിരുന്നു. ചിലതൊക്കെ വെള്ളത്തിലുണ്ടായിന്. പിന്നെ അവിടെ കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ മീനൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു വന്നത്. അവിടെ എന്തൊക്കെയോ വെറൈറ്റീസ് ഓഫ് ഡക്സ് ഉണ്ട് ഇവിടെ, എന്താണെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഡക്കിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫാമിലി പിന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നപ്പോൾ കുറേ ഡക്കെല്ലാം അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതേപോലെ തന്നെ അവർ വെള്ളത്തിലുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫിഷ് ഇങ്ങനെ ചാടുന്ന കുറേ നല്ല നല്ല വ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണണമെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവന്നോളൂ കയ്യിൽ. അങ്ങനെ 1 hour ആവാറായി. സോ നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ചൂടല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം ദാഹിച്ചു. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. അവിടെ ഞങ്ങൾ പോവുകയാണ്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആ ഏരിയയിലൊക്കെ കാണാൻ എന്താ വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. ഇതൊക്കെ മല മല പൊട്ടിച്ചുണ്ടാക്കിയ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പം തന്നെ കുറേ ടണൽസ് ഉണ്ട്. ഒരു 5-6 ഉണ്ട്. അതൊക്കെ മല പൊട്ടിച്ചുണ്ടാക്കിയ ടണൽസാണ്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അതൊക്കെ കാണാൻ നല്ല രസമാണ്. ആൻഡ് ഫൈനലി ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചു.
അങ്ങനെ hope you guys like the video. Don't forget to subscribe and comment.